യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയോടെ ഇരിക്കാം, സന്തോഷത്തോടെ ഇരിക്കാം. ദൈവവചനം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും വെറും പച്ചയായ മനുഷ്യന്മാരാണ്. ദൈവം പ്രയോജനപ്പെടുത്തുന്ന ചില മനുഷ്യർ മാത്രമേ ഉള്ളൂ. നമ്മളിൽ ആരിലും അസാധാരണമായ ഒന്നുമില്ല. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. എങ്കിലും നമ്മളെയൊക്കെ ദൈവം ഒരു കുടക്കീഴിലെന്ന പോലെ സ്നേഹത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലൊക്കെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. ഡെയിലി ബ്ലെസ്സിങ്ങും നിയോഗ പ്രാർത്ഥനയൊക്കെ ചെറിയൊരു കുടുംബമല്ല ഇന്ന്, അത് വലിയൊരു കുടുംബമാണ്. ഒരു കടൽ പോലെ ഒരു വലിയ കുടുംബമാണിത്. മിക്ക ആളുകളും കാണുമ്പോൾ പറയും, ഞങ്ങളുടെ രാവിലെ വചനം കേട്ട് ആരംഭിക്കുന്നത്, ഞങ്ങളുടെ ഓരോ ദിവസവും അങ്ങനെയാണ്. ചിലർ പറയും, നിങ്ങളെ കണ്ടോണ്ടാ ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത്, നിങ്ങളുടെ ശബ്ദം കേട്ടോണ്ടാ എഴുന്നേൽക്കുന്നത്. അതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ഒരു നിമിത്തവും ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗവും മാത്രമാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ മാതാപിതാക്കൾ, കുടുംബം, അവരുടെ യാത്ര, ആരോഗ്യം, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരനുഗ്രഹമാകട്ടെ. കേൾക്കാം നമുക്കിന്നത്തെ വചനം. സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായം 11-ാമത്തെ വാക്യം. സങ്കീർത്തനം 16-ാം അധ്യായം 11-ാമത്തെ വാക്യം. അങ്ങെനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങെനിക്ക് ജീവൻ്റെ മാർഗം, വഴി കാണിച്ചു തരുന്നു. ദൈവവചനത്തിലൂടെ ദൈവം എനിക്കും നിങ്ങൾക്കും കാണിച്ചു തരുന്നത് ജീവൻ്റെ മാർഗമാണ്. ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. 2 വാക്കാണ്, ആനന്ദം, സന്തോഷം. മനുഷ്യൻ, നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആനന്ദം,